ഇവൻ്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടിയിട്ട് എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം അവൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചവിട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശബ്ദ ഉയർത്തി അവനോടൊന്ന് ചോദിക്കുക ഇതാക്കാനും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഓൻ നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും ഓൻ്റെ വായ കൊണ്ട് ഓൻ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുമെല്ലാമായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓനോട് നമുക്കൊരു പേടി, ഒരു ഇതുണ്ട്. ബഹുമാനമില്ല, നമുക്ക് പേടിയുണ്ട്. പേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ ലൈക്ക് മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നു ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവരിത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. ഒരു നടപ്പിലാക്കുന്ന ശ്വാസം ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റാംബോ എന്ത് ചെയ്തു, സോറി ഞാൻ വീഡിയോ ആയിക്കൊണ്ട് റാംബോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ, റാംബോനെ ഞാൻ മാറ്റി നിർത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. റാംബോ ഇത് പറ്റൂല, നമ്മളെ കൂടെയുള്ള ഒരാളെ ഇവരിങ്ങനെ പറയുക ഇങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബാഡാണ്, ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ റാംബോ പറഞ്ഞു. റാംബോ പിന്നെ തൊപ്പീൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഇതാക്കി അങ്ങനെ ഓനെ വിട്ടു. ഈ പറഞ്ഞ സീനടക്കം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഗ്യാങ് ഹൗസിൽ നടന്ന കാര്യം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 10% മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു 90% ബാക്കിയുണ്ട്, മനസ്സിലായോ? ബാക്കി ഇതിലും ഡാർക്കറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്കിപ്പം പറയാൻ താല്പര്യപ്പെടുന്നില്ല.